അതെ, നോക്കിയേ എന്തൊരു മഞ്ഞാ. ഇവിടെ രാവിലെ 8:30 കഴിഞ്ഞിട്ടും എന്താ അല്ലേ മഞ്ഞ്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പം ഇത് ഗോതമ്പ് പൊടിയാട്ടോ. ഒരളവ് ഞാൻ പറഞ്ഞുതരാം. 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 3 ക്യാരറ്റ് ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഒരു 10 ഈത്തപ്പഴം എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ വേണം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും വേണം കേട്ടോ. അപ്പം നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. എല്ലാം കറക്കിയെടുക്കണ്ട, തേങ്ങ ഒഴിവാക്കിയിട്ട് ബാക്കി നമ്മളെ ക്യാരറ്റ്, നമ്മളെ ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ നമ്മളെ ഈത്തപ്പഴവും മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ഇത് രാവിലത്തെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാട്ടോ, നമ്മളെ ചിരട്ടപ്പുട്ടാണ്. നമ്മളെ ഈത്തപ്പഴവും ക്യാരറ്റും ഗോതമ്പ് പൊടിയൊക്കെ കൂടിയിട്ട് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ്, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് നമ്മുടെ ഗോതമ്പും ഈത്തപ്പഴവും അതുപോലെ തന്നെ ക്യാരറ്റും ഉപ്പും കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതെങ്ങനെയാണ് കറക്കിയെടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേ രീതിയിൽ കറക്കിയെടുത്താൽ നമുക്ക് പിന്നെ ഇത് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ, അതായത് ഞാൻ നേരത്തെ എടുത്ത അരമുറി തേങ്ങയിൽ നിന്ന് പകുതി തേങ്ങ എടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, അതുപോലെ മിക്സിയിൽ നമ്മൾ കറക്കിയോണ്ട് ഇത് പിന്നെ നമുക്ക് നനയ്ക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും ചെയ്യണ്ട. ഇതേ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ആ തേങ്ങയൊക്കെ കൂടിയിട്ട് നല്ല എന്താ പറയുക, നമ്മളെ കൈയും കൊണ്ടൊന്ന് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്, നമുക്കൊരു ചിരട്ട വേണം. ചിരട്ട ഞാൻ കണ്ണുള്ള ഭാഗം എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ 3 ഓട്ടയാക്കി കൊടുത്തിട്ടുണ്ട്. ആ കണ്ണ് ഭാഗം ഒന്ന് ഓട്ടയാക്കി കൊടുത്താൽ മതി. എന്നിട്ട് അടിയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. തേങ്ങ നമ്മൾ എന്താക്കുന്ന പുട്ട് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. തേങ്ങ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മൾ ഈത്തപ്പഴവും ഗോതമ്പും ഒക്കെ കൂടി മിക്സ് ചെയ്ത് തേങ്ങയൊക്കെ മിക്സ് ചെയ്തത് മേലത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെയും തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെയും മിക്സ് ചെയ്തത് വെച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കേട്ടോ, 2 എണ്ണമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2 തട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കിതപ്പ് വരിക. വോയിസൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് കട്ടായി പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊന്നും ഒച്ച അടഞ്ഞു പോകുന്നുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറേ സംസാരിക്കുമ്പോൾ, കുറേ നല്ല ഒരു 3-4 മിനിറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് ഭയങ്കരമായിട്ട് കിതപ്പ് വരും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം ശരിയായി വരുന്നുണ്ട്. എന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. എല്ലാം എന്താ പറയുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ തരണ്ടേ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ട് പടച്ചവൻ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും. അത് നമ്മളെ എന്താ പറയുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പം നമുക്കിതെന്താക്കുക, ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് വെക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവി വെച്ചു. ഇത് കണ്ട നന്നായിട്ട് ആവി കയറി. അത് കഴിഞ്ഞിട്ട് ഇതാ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ഇതാ നല്ല രീതിയിൽ പുട്ടായിട്ടുണ്ട്, നോക്കിക്ക് അടിപൊളി. അപ്പോൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ, നോക്കാം. അപ്പോൾ ഇത് നമ്മളെ ബീട്രൂട്ടാട്ടോ. അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പുഴുങ്ങലരി പൊടിയാട്ടോ. പുഴുങ്ങലരി പൊടിച്ചത് അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടും ചെറുപഴവും ഉപ്പും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ നല്ല രീതിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത ശേഷമാണ് നൂൽപുട്ടിന് നമുക്ക് ഈ അരച്ചത് വെച്ചിട്ടാണ് കുഴച്ചിട്ട് നമുക്ക് എന്താക്കേണ്ടത്, നൂൽപുട്ട് ഉണ്ടാക്കേണ്ടത്. ഇന്നെന്താ 2 രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ 2 പേർക്ക് 2 രീതിയിൽ തന്നെ വേണമെന്ന്. ഒരാൾക്ക് പുട്ട് വേണമെന്ന്, ഒരാൾക്ക് നൂൽപുട്ട് വേണമെന്ന്. പിന്നെ ഇത് പെട്ടെന്ന് കഴിയുന്ന ഒരു സംഭവം കേട്ടോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്തിട്ട് അരിപ്പൊടിയിലേക്ക് ഇതിട്ടിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഈ വെള്ളമൊന്നും ചേർക്കാതെ ഇതും കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി ഏതാന്ന് വെച്ചാൽ മക്കളെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളെ റേഷനരി അല്ലെങ്കിൽ പുഴുങ്ങലരി 4 കിലോന് 1/2 കിലോ പച്ചരി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ കഴുകിയ ശേഷം ഉണക്കുക. ഉണക്കിയിട്ട് അപ്പം തന്നെ പൊടിച്ചാൽ മതി, അടിപൊളി. എല്ലാം ചൂടാട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം നൂൽപുട്ടിൻ്റെ അച്ചൊക്കെ അതിലിട്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്താക്കണം,
നൂൽപുട്ട് അച്ച് വഴി ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കൂടെ കഴിക്കുക ഒന്നും വേണ്ട, ഇതും ചായയും മാത്രം മതി. നേരത്തെ ഉണ്ടാക്കിയ പുട്ടിനും പ്രത്യേകിച്ച് ഒന്നും വേണ്ട കേട്ടോ. ഞാൻ അധികം കാപ്പിയാണ് ഉണ്ടാക്കുക, അപ്പോൾ കാപ്പി മതി. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ ആക്കാം. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്ത് രസമല്ലേ കളറ്. എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. പക്ഷേ ഈ കാണുന്ന പോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്താ പറയുക, മക്കൾക്കൊക്കെ വേഗം കഴിച്ചോളും. ഇവരെന്താണെന്നറിയോ, ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അല്ലാണ്ട് ചെയ്തു കൊടുത്താലൊന്നും ഇവർ കഴിക്കൂലെന്നേ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമെല്ലാം ആക്കിയിട്ട് ചെയ്തു കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. ഈത്തപ്പഴവും വെറുതെ കൊടുത്താലൊന്നും അവർ കഴിക്കൂല, മധുരമെന്ന് പറയും. ഇങ്ങനെ പുട്ടിലെല്ലാം ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അവർക്ക് അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അങ്ങനെ കുറേ ഇവിടെയാണ് രാവിലെ ഫുള്ള് മഞ്ഞും തണുപ്പും. ഒരു 11-12 മണിയായാൽ ചൂടെടുത്തിട്ട് പിന്നെ നിൽക്കാൻ പറ്റില്ല. എല്ലായിടത്തും ഈ വയനാട്ടിൽ ഇങ്ങനെ ചൂടാവുമ്പോൾ എല്ലായിടത്തും ഇതുപോലെ ചൂടായിരിക്കൂലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ വന്ന് ഒരുപാട് പേര് എന്തായി എങ്ങനെയുണ്ട് എന്നൊക്കെ അന്വേഷിച്ചിരുന്നു. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഇടയ്ക്കൊരു ഇപ്പം ഇതുപോലെ ഒന്ന് സ്റ്റക്കാവും, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. റെസ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം പടച്ചോൻ എന്താ പറയുക, പരീക്ഷണം ഓരോന്ന് കിട്ടും, അതൊക്കെ നമ്മൾ മുന്നേറുക, അത്ര തന്നെ അല്ലേ. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അതേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ അച്ചിൽ എല്ലാം ആക്കട്ടെ ഇഡ്ഡലി പാത്രത്തിൽ കേട്ടോ. കണ്ടില്ലേ എന്ത് ഭംഗിയല്ലേ, അടിപൊളി. എനിക്ക് അതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് കുറച്ച് തേങ്ങ ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ നൂൽപുട്ട് ചൂടുന്ന പോലെ തന്നെ, പക്ഷേ ബീട്രൂട്ടൊക്കെ ചേർത്ത് ഇതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെന്താക്കുക, ആവിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ആവി വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതെടുക്കുക. കണ്ടില്ലേ, ആവിക്ക് വെച്ചു, അത് വെന്തു. ഇനിത് മാറ്റിയാൽ മതി. 2 പേർക്കുള്ള ചായക്ക് കടിയുമായി കേട്ടോ. കണ്ടില്ലേ, ഒന്നും ചെയ്യില്ല, നല്ല സോഫ്റ്റായിട്ടുമാണ്. അതുപോലെ തന്നെ നല്ല കണ്ടില്ലേ, പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കണ്ടില്ലേ, നമ്മളെ ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല കേട്ടോ. നല്ല ചൂടോടെ തന്നെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കണം. എന്നിട്ട് കുറച്ച് എന്താ പറയുക, ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കണം. മഞ്ഞാണെങ്കിലും രാവിലെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടുമായി മക്കൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ മക്കളെ ഞാൻ പിള്ളേർക്ക് ചായയൊക്കെ കൊടുത്ത് അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം മെല്ലെ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ. മഞ്ഞായോണ്ടേ നിറച്ച് പൂ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്ത് രസമാണെന്നറിയും. നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ശേഷം ഇതിലൊക്കെ ഇങ്ങനെ പൂ വിരിഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ ഒക്കെ എന്തൊരു സന്തോഷമാണെന്നറിയോ. നല്ല പണിയുണ്ട് കേട്ടോ, ചുമ്മാ അതൊന്നും ഇങ്ങനെ ആവത്തില്ല. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടി പച്ചക്കറിയും പോയിട്ടുണ്ട് കേട്ടോ. സ്ഥലങ്ങളൊന്നും വെറുതെ വയ്ക്കുകയൊന്നുമില്ല. ഇതിപ്പോൾ ശരിക്കും മുറ്റം കഴിഞ്ഞ് പറമ്പിലേക്കാണ് വന്നിരിക്കുന്നത്. എല്ലാം ഉണ്ട്, എല്ലാ സൈസും ഒരുവിധം എല്ലാ ചെടികളും ഉണ്ട്. എല്ലാവരും വന്നാലും കൊടുക്കാറും ഉണ്ട്. ഡെയിലിക്ക് ആയിക്കോട്ടെ, റോസ ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. ഇത് കണ്ട അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വഴുതനയും നട്ടിട്ടുണ്ട്. അപ്പം എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക, ഇത് ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ അതിൻ്റെ താഴെ ഇളക്കി കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം വളമൊക്കെ ഇട്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ നോക്കണം. എന്നാൽ മാത്രമാണ് എന്താവുക, നല്ല രീതിയിൽ ചെടികളൊക്കെ വളരുക അല്ലേ. അപ്പം നമ്മൾ എന്ത് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ അതുപോലെ നമ്മൾ അത് നന്നായി വരുള്ളൂ. അപ്പം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. അപ്പം കുറേ പേരൊക്കെ വന്നിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ മുറിച്ചൊക്കെ ചോദിക്കും, അതൊക്കെ കൊടുക്കാറുണ്ട്. പൈസയ്ക്കൊന്നും അല്ല കേട്ടോ, എല്ലാവരും വന്ന് ചോദിക്കും, എല്ലായിടത്തും ഉണ്ടാവട്ടെ. കണ്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടി കിട്ടിയ ഗ്യാപ്പിലൊക്കെ തക്കാളി, വഴുതന, പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് ക്യാബേജ് നട്ടിട്ടുണ്ട്, ബ്രൂക്കോള് നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, കോളിഫ്ലവർ ഉണ്ട്, ചീരകളുണ്ട്, അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. എന്നാൽ ശരി കേട്ടോ, നിങ്ങളെ കാര്യമൊക്കെ നടക്കട്ടെ.